അമ്മേ. ഓ എന്താടാ? ഞാനേ ഇറങ്ങാ. എടാ കുറച്ചേരം കൂടെ നിക്കടാ, ടിഫിൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഏയ് ഞാൻ പുറത്തു കഴിച്ചോളാം. കോടതിയിലെത്താനേ ലേറ്റ് ആവും. ഓ പിന്നെ നീയാണല്ലോ ജഡ്ജി വരുമ്പോ ഗേറ്റ് തുറന്നു കൊടുക്കുന്ന. എടാ അവിടെ പോയി ഈച്ച അടിച്ചിരിക്കാനല്ലേ ഇത്ര ധൃതി പിടിച്ച് നീ അങ്ങോട്ട് പോകുന്ന? ഇന്നത്തെ മൂഡ് അങ്ങ് പോയി. ആ എന്തായാലും മൂഡ് പോയ സ്ഥിതിക്ക് ഇനി പതുക്കെ ടിഫിനൊക്കെ എടുത്ത് അങ്ങ് പോയാ മതി. ഓ ആ ദേ ഗിരി വന്നല്ലോ. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ലടാ, ടിഫിൻ കൂടി വാങ്ങാൻ നിൽക്കുക. എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഹിമ പരീക്ഷ എഴുതാതെ കോളേജിൽ നിന്ന് മുങ്ങി സിനിമ കണ്ട് നടക്കുക. ആരാ നിന്നോട് ഇങ്ങനെയുള്ള അനാവശ്യമൊക്കെ പറയുന്നേ? സ്വപ്നയായിരിക്കും. അതെ. എടാ നിനക്ക് ഇതുവരെ കിട്ടിയ പണികളൊന്നും പോരെ? ഇതുവരെ നീ പാഠം പഠിച്ചില്ലേ? എടാ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനേ എന്ത് പറയാനും ചെയ്യാനും മടിയില്ലാത്തവളവള്. സ്വപ്ന പറയുന്നൊന്നും നീ വിശ്വസിക്കരുത്. വിശ്വസിച്ചില്ല. നീ പറഞ്ഞതുപോലെ തന്നെ അവള് പറയുന്നേക്കെ നുണയാണെന്ന് തന്നെ ഞാനും കരുതിയത്. പക്ഷെ മഹിമ തന്നെ എല്ലാം സമ്മതിച്ചു. ആ നിമിഷം വരെ അവളെ പിന്തുണച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒറ്റയടിക്ക് മിണ്ടാതെ നിൽക്കേണ്ട അവസ്ഥയായി. സ്വപ്നയാണെങ്കിൽ ഈ അവസരം നന്നായി ഉപയോഗിച്ച് ഷൈൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കാനാ മോനെ? മഹിമ പഠിപ്പിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു നടക്കുന്ന ഒരു കുട്ടിയല്ലേ? അവൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ മെഡിസിന് സീറ്റ് കിട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമല്ലേ. അവളെ ഞാൻ പുകഴ്ത്തുന്നത് കണ്ടിട്ട് അസൂയ തോന്നിയിട്ടെങ്കിലും സ്വപ്ന 4 അക്ഷരം പഠിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ മഹിമയുടെ നിലയിലേക്ക് സ്വപ്ന ഉയർന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോ സ്വപ്നയുടെ നിലയിലേക്ക് മഹിമ വീണുപോയോ എന്നൊരു പേടി എനിക്കിപ്പോ ഉണ്ട്. അവക്ക് കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും അവള് പരീക്ഷ എഴുതാതെ സിനിമയ്ക്ക് പോവില്ല. അതെനിക്കും മഞ്ജുവിനും മനസ്സിലായി. പക്ഷേ വിഷയം എന്താണെന്ന് മഹിമ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഇന്നലെ അതിനെക്കുറിച്ച് മഞ്ജു മഹിമയോട് ചോദിച്ചപ്പോ ഉണ്ടായ പുകിലിനെ കുറിച്ചൊന്നും പറയണ്ട. എന്തുപറ്റി? മഞ്ജുവും മഹിമയും തമ്മിൽ വലിയ വഴക്കായി. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ മഞ്ജു മഹിമയെ അടിച്ചേനെ. എന്റെ ഈശ്വര, മഞ്ജു മഹിമയെ അടിക്കേ? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മഹിമ ഒട്ടും മോശമായിരുന്നില്ല. മഞ്ജുവിനെ പറ്റുന്നതിന്റെ പരമാവധി കുത്തി നോവിക്കുന്ന വാക്കുകളാ അവൾ ഉപയോഗിച്ചത്. ഇല്ല, മഹിമ ഒരിക്കലും മഞ്ജുവിനോട് അങ്ങനെ സംസാരിക്കില്ല. ആ എന്നാൽ ഇന്നലെ അത് സംഭവിച്ചു. അവര് തമ്മിൽ ഇപ്പോഴും വഴക്കാണോ? ഏയ്, ഇന്നലെ രാത്രിയിൽ ഞാൻ മഞ്ജുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവര് സംസാരിച്ചൊരു ധാരണയിലെത്തി. ഭാഗ്യം. ഒരു മനസ്സും 2 ശരീരമായിട്ട് ജീവിക്കുന്നവരല്ലേ. വഴക്കുകൂടി അവർക്ക് സഹിക്കില്ല. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ മഹിമയെ കാണുകയാണെങ്കിൽ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. നിന്റെ വാക്കിന് മഹിമ വലിയ വിലയാണല്ലോ കൽപ്പിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, എന്നാലും ഞാൻ അവളോട് സംസാരിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബാറിൽ കുറെ പണിയുള്ളതാ. ശരി.